ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ TG മാത്യു കോന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനേ. യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനേ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെൻ്റെ വൻകടങ്ങൾ തീർത്തെൻ്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെൻ്റെ വൻകടങ്ങൾ തീർത്തെൻ്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനേ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെൻ്റെ വൻകടങ്ങൾ തീർത്തെൻ്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. എല്ലാ സ്നേഹിതർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും അറിയിക്കുന്നു. കഴിഞ്ഞ 37 എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകം 1-2 അധ്യായവും 3-ാം അധ്യായത്തിൻ്റെ 3 വരെയുള്ള വാക്യങ്ങളും നാം അല്പമായിട്ട് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇന്ന് അതിൻ്റെ 4-5 വാക്യം വായിച്ച് സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അല്പകാര്യം ചിന്തിക്കുവാനാണ് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. ആ വാക്യം ഞാൻ ഇന്ന് വായിക്കുന്നു. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ നിനക്ക് സർദീസിലുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. നാം വായിച്ച വേദഭാഗത്ത് അതിൻ്റെ 4-ാം വാക്യത്തിൻ്റെ പ്രാരംഭത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് എങ്കിലും എന്ന പദപ്രയോഗം നമുക്കവിടെ കാണാൻ കഴിയും. മുകളിൽ പറഞ്ഞിരിക്കുന്ന വിഷയത്തോട് ബന്ധപ്പെടുത്തിയാണ് തുടർന്നുള്ള കാര്യങ്ങൾ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ള വസ്തുതയാണ് ആ പദപ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. 2-3 വാക്യങ്ങളിൽ ചില കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ അത് വിശദമായിട്ട് നാം ചിന്തിക്കുകയുണ്ടായി. എന്നാൽ അതിൻ്റെ 2-ാം വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഒടുവിൽ ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായിട്ട് കണ്ടില്ല. 3-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. ഇക്കാര്യം അവിടെ പറഞ്ഞിട്ടാണ് എങ്കിലും എന്ന പദപ്രയോഗം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ നിനക്ക് സർദീസിലുണ്ട്. അപ്പോൾ മുകളിലത്തെ കാര്യത്തിൽ അവരുടെ ആ കുറവുവശങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവിടെ പറയുകയാണ് ചിലർ ഉടുപ്പ് മലിനമാകാത്ത ചിലർ സർദീസിൽ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം, എക്കാലത്തും കർത്താവിന് വേണ്ടി ഒരു ശേഷിപ്പിനെ ദൈവം ആക്കി വച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ ഉടുപ്പ് മലിനമാകാത്ത ചിലരെന്ന് പറയുമ്പോൾ അത് അവരുടെ വിശുദ്ധ ജീവിതത്തെയാണ് കാണിക്കുന്നത് എന്ന് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ പറയുകയാണ്, ഉടുപ്പ് മലിനമാകാത്ത ചില വ്യക്തികൾ, ചില പേരുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് ഇവിടെ ഓർപ്പിക്കുകയാണ്. ഇത് സർദീസ് സഭയെ സംബന്ധിച്ച് ഒരു നല്ല സന്ദേശമായിട്ടിരിക്കുന്നു. ഇത് സഭാകാന്തനായ കർത്താവ് സഭയുടെ ദൂതനാണ് ഇത് എഴുതുന്നത്. അപ്പോൾ ആ നിലയിൽ അവരുടെ ഒരു നല്ല വശം കൂടെ
ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. അവർ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചവരാണ്. നമുക്കറിയാം, ഈ ലോകമെന്ന് പറയുന്നത് പാപം നിറഞ്ഞ ഒരു ലോകമാണ്, അശുദ്ധമായ ഒരു ലോകമാണ്. എന്നാൽ അതിൻ്റെ നടുവിലും വിശുദ്ധരായിട്ട് നിലനിൽക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ച് കർത്താവിൻ്റെ ആഗ്രഹം. നമ്മൾ മറ്റൊരു വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു, കർത്താവിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം അത് നമ്മുടെ ശുദ്ധീകരണമാണ്. നമ്മുടെ ഉടുപ്പ് മലിനമാകാതെ വിശുദ്ധന് യോഗ്യമാവണ്ണം നമ്മളായിരിക്കണമെന്നുള്ളതാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. പത്രോസ് 1:16 നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, എക്കാലത്തുമുള്ള ദൈവജനത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം വിശുദ്ധരായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ സങ്കീർത്തനങ്ങളിൽ ആരാധനയോടുള്ള ബന്ധത്തിൽ അങ്ങനെയുള്ള സങ്കീർത്തനങ്ങളിൽ നമുക്ക് ചില വായിക്കാൻ കഴിയുന്നത് നമുക്കറിയാം. 96 സങ്കീർത്തനം അതിൻ്റെ 9 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വിശുദ്ധ വസ്ത്ര അലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പീൻ. 29 സങ്കീർത്തനം അതിൻ്റെ 2 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. അപ്പോൾ ഇവിടെ വിശുദ്ധ അലങ്കാരം ധരിച്ച് അല്ലെങ്കിൽ വിശുദ്ധ അലങ്കാരത്തോടെ എന്നൊക്കെ പറയുമ്പോൾ ആ വിശുദ്ധിയെ ധരിച്ചുകൊണ്ട് വേണം ദൈവസന്നിധിയിൽ നാം ആയിരിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ കർത്താവ് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, വിശുദ്ധിയെ ധരിച്ചിരിക്കുന്ന ചിലർ സർദീസിൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മറുവശം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ മുകളിൽ അത് കണ്ടു കഴിഞ്ഞതാണ്, കഴിഞ്ഞ എപ്പിസോഡുകളിൽ അത് ചിന്തിച്ചതാണ്. വിശുദ്ധിയെ ധരിക്കാത്ത അല്ലെ ഉടുപ്പ് മലിനമായ അനേകർ സർദീസിലുണ്ട്. അതിൻ്റെ നടുവിലാണ് ചെറിയ ഒരു കൂട്ടം അവർ ഉടുപ്പ് മലിനമാകാത്തവർ എന്ന് കർത്താവ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. നാം അത് ഏതു കാലത്തും ഉള്ള സഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് ഇത് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇത് സർദീസിൽ മാത്രമല്ല, എവിടെയും എക്കാലത്തുമുള്ള സഭകളോടുള്ള ബന്ധത്തിൽ ഏതാണ്ട് ഈ നിലയിലാണ് പോകുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മെ സംബന്ധിച്ച് നാം ഇത് പഠിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇതിൽ ഞാൻ ഏത് കൂട്ടത്തിലാണ് എന്നുള്ളതാണ്. ഇവിടെ സർദീസിൽ 2 കൂട്ടത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ദൈവവചനം ഓർപ്പിക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ട് നമ്മെ സംബന്ധിച്ച് നാം ഇതിൽ ഏത് കൂട്ടത്തിലായിരിക്കുന്നു എന്നുള്ളത് നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഈ ചോദ്യം വ്യക്തിപരമാണ്, ഇത് നമ്മോട് തന്നെയാണ് ചോദിക്കുന്നത്. ദൈവവചനം ഓർപ്പിക്കുന്നത് പോലെ മറ്റുള്ളവരെ വിധിപ്പാൻ നമുക്ക് യാതൊരു അവകാശവും ഇല്ല. ഇത് സഭാകാന്തനായ കർത്താവാണ് ഇവരുടെ ഉള്ള അവസ്ഥ ഇവിടെ വെളിപ്പെടുത്തുന്നത്. കർത്താവ് പറയുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ദൂത് അവിടെ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അവരുടെ ഉള്ള അവസ്ഥ നന്നായിട്ടറിയാവുന്ന കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ നടുവിൽ ചില വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നവർ, ഉടുപ്പ് മലിനമാകാത്ത ചില പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്നുള്ളത് ഇവിടെ ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചും ഈ കാലഘട്ടത്തിൽ പാപം അതിൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലങ്ങളായ സകല ദുഷ്ടതകളും മ്ലേച്ഛതകളും കൊടികുത്തി വാഴുന്ന ഈ കാലഘട്ടത്തിൽ, അന്ത്യകാലത്തിൻ്റെ ഈ ഒടുവിലത്തെ അവസ്ഥയിൽ നമ്മെ സംബന്ധിച്ച് നാം എങ്ങനെ ആയിരിക്കുന്നു, നാം കർത്താവിന് യോഗ്യമാവണ്ണം ആന്നോ
നാം ആയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പാപിയായി ഞാൻ ജീവിച്ചപ്പോ, പാത തെറ്റിയോടിയപ്പോ, പാപിയായി ഞാൻ ജീവിച്ചപ്പോ, പാത തെറ്റിയോടിയപ്പോ, പാലകൻ നീ തേടി പാതകനടിയാനെ പാവനമാർഗേ ചേർത്തല്ലോ. പാലകൻ നീ തേടി പാതകനടിയാനെ പാവനമാർഗേ ചേർത്തല്ലോ. യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനേ, എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീ